നമുക്കിപ്പം സഹോദരി അഞ്ജു കൂടി ചെയ്യുന്നുണ്ട്. അഞ്ജു, ഇപ്പോൾ അവിടുന്ന് ജിതിനുമായി സംസാരിച്ചിരുന്നു. എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്? അവരാ ഭാഗത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നാണ് ഇപ്പം പറയുന്നത്. ഇന്നലെ വരെ അവരെയും കൂടി കാണിച്ചും കൊണ്ട് അവർ വിശ്വസിക്കുന്ന രീതിയിലുള്ളൊരു തെരച്ചിൽ നടത്തും എന്നൊക്കെ ഉള്ളതായിരുന്നു. ഇന്നിപ്പോൾ എന്താണെങ്കിലും അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ അവരെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അവരവിടെ വെയിറ്റ് ചെയ്യാണ്, പുറത്ത് തന്നെയാണുള്ളത്. റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഉണ്ടാവുക എന്നറിയുന്നു. ഉണ്ടാവുമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ, നമ്മളൊന്നും കാണുന്നും കേൾക്കുന്നുമില്ല. നമുക്കിപ്പം വിശ്വാസമൊക്കെ പോയിട്ടുണ്ട്. കാരണം 5 ദിവസമായി, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് 5 ദിവസമായി. അവിടെയുള്ള ആളുകൾക്ക് അത് പറ്റൂലെങ്കിൽ അവർ മറ്റു വഴികൾ അപ്പോഴേ ചിന്തിക്കണമായിരുന്നു. കാരണം അതിൻ്റെ അടിയിലുള്ള ജീവനുകൾക്കൊന്നും അത്രയും വില അവർ കൽപ്പിക്കുന്നില്ല. മഴ ഉണ്ട്, ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്തിനാണ്? മഴയും ലാൻഡ് സ്ലൈഡിങ് ഒക്കെ ഓരോ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 5 ദിവസം കഴിഞ്ഞ് ഇനി നമുക്ക് അവനെ കാണുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഇതുള്ളൂ. അവനെവിടെ ഒരു ജീവൻ്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇത്രയും സമയം വൈകും തോറും നമ്മൾ എന്താ കാത്തിരിക്കും. എന്തായാലും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവിടുന്ന് ഉദ്യോഗസ്ഥരും നമ്മോട് പങ്കുവെക്കുന്നത്. അവിടെ ഇപ്പോൾ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾക്കൊന്നും അവിടെ എത്തിയിട്ട് അത് കാണാനോ കേൾക്കാനോ സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് രീതിയിലാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. നടക്കുന്ന തിരച്ചിൽ സംതൃപ്തി ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളും ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ആ സ്പോട്ടിൽ നടക്കുന്നത്. ഇത്രയും സാങ്കേതിക വിദ്യ എന്ന് പറയുന്നില്ല, ആ ഡിറ്റക്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. പിന്നെ അവിടെ നേവീൻ്റെ ആളുകളൊക്കെ വന്ന് പുഴയിൽ മാത്രം തെരച്ചിൽ നടത്തിയിട്ട് അവർ പോയി. അവർക്ക് കരയിലൊന്നും അവർക്ക് വേറെ ഇതില്ല. പിന്നെ NDRFൻ്റെ ടീമും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഗനി മാതിരിയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള സ്ഥലമാണ് കർണാടക. വലിയ വലിയ ബുൾഡോസറും അതേമാതിരി മറ്റ് വലിയ മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നീക്കം ചെയ്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രി 9 മണിക്ക് നമ്മൾ ഒട്ടും വിചാരിച്ചില്ല, ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്രയും അതോറിറ്റീസും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇന്നലെ തന്നെ അവനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. SKN എന്തായാലും വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കുടുംബം കാത്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. അനുകൂലമായിട്ടുള്ള ഒരു ശുഭ വാർത്ത തന്നെ അവിടെ നിന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. അവിടെയുള്ള സഹോദരനുമായും അതുപോലെ തന്നെ സഹോദരി ഭർത്താവുമായും ഒക്കെ ഈ കുടുംബം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അഞ്ജു, അതായത് അർജുൻ്റെ സഹോദരിയാണ് നമ്മോട് സംസാരിച്ചത്. പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നു. എന്നാൽ മതിയായ വിധത്തിലുള്ള ഒരു തെരച്ചിൽ അവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. SKN. ഓക്കെ, സമീർ സി മുഹമ്മദാണ് കക്കോടിയിലെ അർജുൻ്റെ ബസ്സിൽ നമുക്കൊപ്പം ചേർന്ന്.